Be Live Radio. ബി ലൈവ് ന്യൂസ് ക്ലിപ്സ്. ബി ലൈവ് ന്യൂസ് ക്ലിപ്സിലേക്ക് സ്വാഗതം. സുരക്ഷാ പ്രതിരോധ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ തന്ത്രപ്രധാന കർമ്മ പദ്ധതിക്ക് രൂപം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ടോണി ആബട്ടും തമ്മിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. ഇതോടൊപ്പം വ്യാപാര മേഖലയിലും സഹകരണ വാതിലുകൾ തുറന്നിടും. ചർച്ചകൾക്ക് ശേഷം ഇരു പ്രധാനമന്ത്രിമാരും സംയുക്ത പത്രസമ്മേളനത്തിലാണ് ഇത് പ്രഖ്യാപിച്ചത്. ഗുജറാത്ത് കലാപം സംബന്ധിച്ച് 12 വർഷത്തെ അന്വേഷണത്തിന് ശേഷം നാനാവതി കമ്മീഷൻ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. സുപ്രീം കോടതി റിട്ടയർഡ് ജസ്റ്റിസ് GT നാനാവതിയും ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് അക്ഷയ് മേത്തയും മുഖ്യമന്ത്രി ആനന്ദിബെൻ പട്ടേലിന്റെ വസതിയിലെത്തിയാണ് 2000 പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത്. ഉള്ളടക്കം പുറത്തുവിട്ടിട്ടില്ല. എബോള രോഗം ഭേദമായ ശേഷം ലൈബീരിയയിൽ നിന്ന് ഡൽഹിയിലെത്തിയ യുവാവിൽ വീണ്ടും എബോള വൈറസ് കണ്ടെത്തി. രോഗം പടരാനുള്ള സാധ്യത മുൻനിർത്തി ഇദ്ദേഹത്തെ വിമാനത്താവളത്തിലെ ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് മാറ്റി. രോഗം ഭേദമായാലും 90 ദിവസം വരെ ശരീരദ്രവങ്ങളിലൂടെ രോഗം പടരാൻ സാധ്യതയുണ്ട്. പരിഭ്രാന്തിക്ക് കാരണമില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഗാലറിക്കുള്ളിൽ വൻ ചോർച്ചയെന്ന് ഇടുക്കി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തി. ബേബി ഡാമിലും ചോർച്ചയുണ്ട്. സ്വീപ്പേജ് വെള്ളത്തിന്റെ അളവും വൻതോതിൽ കൂടിയിട്ടുണ്ട്. പെട്രോളിയം കമ്പനികൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറച്ചപ്പോഴുണ്ടായ നികുതി വരുമാന നഷ്ടം നികത്താനായി സംസ്ഥാന സർക്കാർ നികുതി നിരക്കുകൾ വർദ്ധിപ്പിച്ചു. ഇതേ തുടർന്ന് കേരളത്തിൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ പെട്രോളിന് 69 പൈസയും ഡീസലിന് 47 പൈസയും കൂട്ടി. ബി ലൈവ് ന്യൂസ് ക്ലിപ്സ്. Be Live Radio.